ഗോവിന്ദപുരം അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് ഇത്തവണ ഒരു സവിശേഷത കൂടിയുണ്ടായിരുന്നു. കരിവീരന്മാരിൽ ഐരാവത സമ്മൻ പുരസ്കാരം കരസ്ഥമാക്കിയ ഈരാറ്റുപേട്ട അയ്യപ്പനാണ് എഴുന്നള്ളത്തിനായി എത്തിയത്. ആനപ്രേമികളും ആഘോഷ കമ്മിറ്റിയും ചേർന്നാണ് ഗജവീരനെ സ്വീകരിച്ചത്. പിന്നിട്ട വഴിത്താരകളിൽ നയനമനോഹര കാഴ്ചകൾ നൽകി ആനപ്രേമികളുടെ മനം കവർന്ന മാതംഗവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പന് മലബാറിന്റെ മണ്ണിൽ ഉജ്ജ്വല വരവേൽപ്പ്. അയ്യപ്പ സേവാ സമിതി ഗോവിന്ദപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ തിടമ്പേറ്റാനായാണ് ഗജവീരൻ ഐരാവത സമൻ പുരസ്കാരത്തിന് അർഹനായ ഈരാറ്റുപേട്ടയുടെ കറുത്തമുത്ത് ഈരാറ്റുപേട്ട അയ്യപ്പൻ എത്തിച്ചേർന്നത്. വളയനാട് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. പൂമാലയും പൊന്നാടയും ചെമ്പട്ടുമായി എല്ലാവിധ ബഹുമാനങ്ങളോടെയും നടന്ന ആദരം കരിവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ശാന്തനായി ഏറ്റുവാങ്ങി. പുലർച്ചെ 4 മണിക്ക് നടന്ന മഹാഗണപതി ഹോമത്തോടെയാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് അഖണ്ഡ ജ്യോതി തെളിയിച്ചു. പ്രഭാഷണം, ഭജന, ലളിത സഹസ്രനാമം എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് 11:30 മുതൽ ആരംഭിച്ച അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. തളിക്ഷേത്ര സന്നിധിയിൽ നിന്നും പൈമ്പ്ര കൃഷ്ണൻ നായരുടെയും സംഘത്തിൻ്റെയും കാർമ്മികത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് താലപ്പൊലിയും നടന്നു. ഗജരാജൻ ഈരാറ്റുപേട്ട അയ്യപ്പനാണ് തിടമ്പേറ്റിയത്. പൂക്കാവടിയാട്ടം, പഞ്ചവാദ്യം എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഗോവിന്ദപുരം അയ്യപ്പ സേവാ സമിതി ചെയർമാൻ വിപിൻ എം, ജനറൽ കൺവീനർ രാം ഗോകുൽ സി, ട്രഷറർ ജിജേഷ് ടി എന്നിവർ നേതൃത്വം നൽകി.